നിന്നോട് ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ ഓർക്കുന്നുണ്ടാവും എനിക്ക് വട്ടാണ് എന്ന്. ആൾക്കാർ എന്തോർത്താലും എനിക്കൊന്നുമില്ല. നീ എന്റെ അരികിലില്ല ഗിബ്രി, നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ കണ്ണടച്ചാൽ നീ മാത്രമേ ഉള്ളൂ. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പിണങ്ങിപ്പോയിരിക്കുമ്പോ കുറെ നേരം നിന്നെ കാണാതിരിക്കാൻ പറ്റും. ഇതിപ്പോ എന്ത് ചെയ്യണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ജാസ്മിൻ ഇപ്പൊ നെക്സ്റ്റ് റൂമിലെ ഗബ്രിയുടെ ബെഡിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമാണ് ലൈവിനകത്ത്. ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിരുന്നാണ് ജാസ്മിൻ ഈ ഒരു കാര്യം പറയുന്നത്. ജാസ്മിന്റെ ഇമോഷൻസിനെ നമ്മൾ മാനിക്കുന്നു, കളിയാക്കുന്നൊന്നുമില്ല. ഇന്നലെ തന്നെ കോമഡി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ കമന്റ് ഇട്ടിരുന്നു ഇമോഷൻസിനെ മാനിക്കാൻ പഠിക്കട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇമോഷൻസിനെ മാനിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം ഇതൊരു 24/7 റിയാലിറ്റി ഗെയിം ഷോ ആണ്. കണ്ണിൽ കാണുന്നതും പെർസീവ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത്. എല്ലാവരുടെയും ഇമോഷൻസിനെ മാനിക്കാനാണെങ്കിൽ പിന്നെ ഇതൊരു സീരിയലായിട്ടങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. അതാകുമ്പോ എല്ലാവരും കൂടി ഇരുന്ന് കരഞ്ഞോളും. എനിക്ക് തോന്നുന്നത് ഇതൊരു ഡ്രാമയായിട്ട് തന്നെയാണ് ജാസ്മിന്റെ കാര്യം. ഇന്നലെ മുതലേ നമ്മള് പറഞ്ഞൊരു കാര്യം, ജാസ്മിന്റെ ഡ്രാമ തന്നെയാണ് ഇത്. അല്ല എന്ന് തോന്നുന്നവരും ഉണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണത്. കണ്ണ് ലോകമായിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഗബ്രി ബിഗ് ബോസ് ഹൗസ് വിട്ടാണ് പുറത്തേക്ക് പോയത്. അല്ലാതെ ഈ ലോകം വിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ജാസ്മിന്റെ കരച്ചിൽ കണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പ്രേക്ഷകരാണ് ഗബ്രിയെ പുറത്തേക്ക് വിട്ടത്. രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാത്ത വിഷമമാണ് ജാസ്മിൻ ഇപ്പോ ലൈവിൽ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗബ്രി പോയാൽ ആ മിനിറ്റിൽ ഗെയിമിലേക്ക് ഇറങ്ങുമെന്നൊക്കെ വലിയ വീരവാദം അടിച്ച അതേ ആള് തന്നെയാണ് ഈ കരയുന്നത് എന്ന് ഓർക്കണം. അടിമുടി സെന്റി ട്രാക്ക് പിടിക്കാനാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജാസ്മിനെ പോലൊരു ഡ്രാമ ക്വീൻ ബിഗ് ബോസ് മലയാളത്തിൽ വേറെ വന്നിട്ടുണ്ടാവില്ല. ഓവിയയും പിന്നെ ജാസ്മിൻ ബാസിനും ഒക്കെ തോറ്റു പോകുന്ന ലെവലിലേക്ക് ജാസ്മിന്റെ നാടകം ഉയർന്നിരിക്കുന്നു എന്നതാണ് ജാസ്മിന്റെ വിജയം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും